ഒരു ചായ പോലും കൊടുക്കാതെ അവരെ അങ്ങ് പറഞ്ഞു വിട്ടു അല്ലേ? ആ അത് സാരമില്ല. ശ്രീടച്ചന്റെ മുഖത്തൊരു തെളിച്ചില്ലാത്ത. ഓ ഒന്നുമില്ല. ആ നീ സാധനങ്ങൾ വാങ്ങാൻ പോയിട്ട് എന്തായി? എല്ലാം കിട്ടിയോ? പൈസ തഴിഞ്ഞോ? അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പച്ചക്കറിക്കൊക്കെ തീ പിടിച്ച വിലയാ. ആ അച്ഛനൊരു വിശേഷം കേക്കണ്ടേ? ഞാൻ പോണ വഴിക്ക് അമ്പലത്തിൽ വെച്ച് മോളെ കണ്ടു. മോള് കല്യാണം കഴിഞ്ഞിട്ടേ ആദ്യമായിട്ട് ഓഫീസിൽ പോകുന്ന ദിവസം ഇന്ന്. ഇതെന്താ ഞാൻ മോളെ കണ്ടു എന്ന് പറഞ്ഞോ ഒന്നും മിണ്ടാത്തത്? ഓ ഞാൻ മാത്രം മോളെ കണ്ടു എന്ന് പറഞ്ഞത് പിടിച്ചില്ല അല്ലേ? അച്ഛൻ വിഷമിക്കണ്ട, നമുക്കൊരു ദിവസം രവിസാറിന്റെ വീട്ടിൽ പോയി മോളെ കാണാം. ആ ശ്രീടച്ച, മോൾ അമ്പലത്തിൽ വന്നിട്ടേ അകത്തേക്ക് കേറിയില്ല. പെട്ടെന്നങ്ങ് മടങ്ങിപ്പോയി. എന്താന്നറിയില്ല, അവൾക്ക് എന്തോ വിഷമമുള്ളതുപോലെ. നമുക്കൊരു കാര്യം ചെയ്യാം. മോളെ കാണാൻ പോകുന്ന ദിവസം അമ്പലത്തിലെ പൂജാരിയെ കൊണ്ട് ഒരു ചരട് ജപിച്ച് മോൾക്ക് കൊടുക്കാം. എന്തേലും ദോഷമുണ്ടെ മാറി കിട്ടുമല്ലോ. അച്ഛൻ എന്ത് പറയുന്നു? അങ്ങനെ ചെയ്യാം. ശ്രീയുടെ എന്തു പറ്റി? ഞാൻ പോയപ്പോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇനി നേരത്തെ വന്നവരുമായിട്ട് വല്ല കുഴപ്പമുണ്ടാക്കിയോ? ഓ ഇനി അത് ചോദിച്ച എന്റെ നേരെ ചാടി കടിക്കാൻ വരും. എന്തായാലും ആ ഇരുപത്ര പന്തിയല്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്. Sit down, please. വളരെ പ്രധാനപ്പെട്ട 2 തീരുമാനങ്ങൾ നിങ്ങളെ എല്ലാവരെയും അറിയിക്കാനാണ് ഈ കോൺഫറൻസ്. 1. രാജനന്ദിനി ഫുഡ് കോർപ്പറേഷന്റെ ചുമതലകളേറ്റ് ഇന്നു മുതൽ ഓഫീസിൽ സജീവമാകാൻ പോകുന്നത് എന്റെ പ്രിയപ്പെട്ട അനിയത്തിക്കുട്ടി രേഖയാണ്. അനിയത്തിക്കുട്ടിക്ക് എന്റെ എല്ലാവിധ ആശംസകളും. അതോടനുബന്ധിച്ച് രാജനന്ദിനി ഫുഡ് പ്രൊഡക്ട്സിന്റെ ബിസിനസ് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ക്വാളിറ്റിയിൽ യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാതെ എക്സ്പോർട്ടിംഗ് സെക്ഷൻ നമ്മൾ വിലയിരുത്താൻ പോകുന്നു. ഈ പ്രൊജക്ടിനായി 280 കോടിയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കൺഗ്രാറ്റുലേഷൻസ് രഘു. താങ്ക് യു രഘു. ഇനി രണ്ടാമത്തെ കാര്യം, വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ തുടക്കകാലം മുതൽ ഇപ്പോൾ വരെ ഏറ്റവും നല്ല അഭിപ്രായവും ലാഭവും നമ്മുടെ കമ്പനിക്ക് ലഭിച്ചിട്ടുള്ളത് രാജനന്ദിനി സാരീസിൽ നിന്നാണ്. ഇതുവരെ രാജനന്ദിനി സാരീസിന് മാത്രമായി ഒരു എക്സ്ക്ലൂസീവ് റീറ്റെയിൽ ഷോറൂം നമുക്കില്ല. രാജനന്ദിനി സാരീസിന്റെ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂഷൻ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു എക്സ്ക്ലൂസീവ് റീറ്റെയിൽ ഷോറൂം നമ്മൾ തുടങ്ങാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത നിങ്ങളെല്ലാവരും ഞാൻ അറിയിക്കുകയാണ്. അത് വളരെ നല്ല ആശയമാണ് രവി സാർ. രാജനന്ദിനി ബ്രാൻഡിന്റെ സാരീസ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മുടെ എക്സ്ക്ലൂസീവ് ഷോറൂമിൽ നിന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ വാങ്ങാമല്ലോ. ഗ്രേറ്റ് ഐഡിയ. എക്സാക്ട്ലി, യു റൈറ്റ് മിസ്റ്റർ ദേവാനന്ദ്. ഈ പ്രോജക്ടിന്റെ പരിപൂർണ ഉത്തരവാദിത്വം ഞാൻ ഏൽപ്പിക്കുന്നത് എന്റെ പ്രിയ പത്നിയും രാജനന്ദിനി ഇൻഡസ്ട്രീസിന്റെ വർക്കിംഗ് ചെയർപേഴ്സണുമായ ശ്രീലക്ഷ്മി.
മാഡം അന്വേഷിച്ചെന്ന് പറഞ്ഞു. ആ വെറുതെ സാറിനെ ഒന്ന് കാണണമെന്ന് തോന്നി. ഇരിക്കെ. എന്താ സാന്ദ്ര മാഡം, വലിയ സന്തോഷത്തിലാണല്ലോ. എങ്ങനെ സന്തോഷിക്കാതിരിക്കും രാജാറാം സർ? നമ്മളെയൊക്കെ ഞെട്ടിച്ച പബ്ലിക്കിന്റെ ഇടയിൽ തന്നെ വളരെ ചർച്ച ചെയ്യപ്പെട്ട പ്രമാദമായ ഒരു പ്രണയവും തുടർന്നുള്ള വിവാഹവും അവസാനം ഒരു ദുരന്ത കഥയാവുന്ന ലക്ഷണമാണല്ലോ. ആരുടെ കാര്യം മാഡം ഉദ്ദേശിക്കുന്നത്? ഒന്ന് വ്യക്തമായി പറഞ്ഞാൽ ഉപകാരമായിരുന്നു. അയ്യോ പാപം, ഒന്നും അറിയാത്തൊരു കൊച്ചുകുട്ടി. എങ്കി രാജാറാം സാറിന് മനസ്സിലാവുന്ന ഭാഷയില് നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തരാം. നമ്മുടെ രവി സാറ് കാത്തിരുന്ന് വയസ്സാം കാലത്തൊരു കല്യാണം കഴിച്ചത് കിളി പോയ ഒരു സാധനത്തിനെയാണെന്ന്. നമ്മുടെ ബോസിന്റെ ഭാര്യ ഒരു മുഴുഭ്രാന്തിയാണോന്ന് ആളുകളൊക്കെ നമ്മളോട് ചോദിച്ചാ നമുക്കല്ലേ അതിന്റെ നാണക്കേട്? സാന്ദ്ര മാഡം, ആവശ്യമില്ലാതെ എന്തെങ്കിലും വിളിച്ചു പറയരുത്. ആവശ്യമില്ലാത്തതോ? രാവിലെ അവിടെ പറഞ്ഞത് സാറും കേട്ടതല്ലേ. അവളെ കൊണ്ടുപോയി ഏതെങ്കിലും സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം. സൈക്കാട്രിസ്റ്റിനെ കാണിക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മാഡം പറയണമെന്നില്ല. പിന്നെ കുറച്ചധികം നോർമൽ ആയതുകൊണ്ടാണോ ഡോക്ടറിനെ കാണിക്കാൻ കൊണ്ടുപോകുന്നത്? സാറിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ആകെയുള്ളൊരു ഫ്രണ്ടിന്റെ 1ഉം 2ഉം കല്യാണം പാളിപ്പോയി. ഒന്ന് ഭൂമിന്നേ പോയി, മറ്റൊന്നിനും മുഴുവട്ടും. സാന്ദ്ര മാഡം, മൈൻഡ് യുവർ വേർഡ്സ്. ഇപ്പോഴും മാഡത്തിന്റെ മനസ്സിൽ ദുഷ്ചിന്തകളുണ്ട്. അതിന്റെ വിഭ്രാന്തിയില മാഡത്തിന് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നത്. ഇത് വിഭ്രാന്തിയൊന്നും അല്ല രാജാറാം സർ. ഐ ആം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. പിന്നെ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ അത് ദുഷ്ചിന്തകളൊന്നുമല്ല. വിഷമമുണ്ടെന്ന് വെച്ച് എന്തും വിളിച്ചു പറയുന്നവളല്ല ഈ സാൻഡ്ര. ഞാൻ വീണ്ടും തീർത്തു പറയുന്നു, ശ്രീലക്ഷ്മി നോർമൽ അല്ല. അത് മാഡത്തിന്റെ വെറും തോന്നല. ശ്രീലക്ഷ്മി മാഡത്തിന് ഒരു കുഴപ്പവുമില്ല. രാജാറാം സർ, കണ്ണട ചിരിട്ടാക്കല്ലേ. സാറിന് ഈ കാര്യം അറിയാവുന്ന എനിക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പനി ചെയർമാനും തന്റെ ആത്മാർത്ഥ സുഹൃത്തുമായ ഒരാളിന്റെ സഹധർമ്മിണിക്ക് തലയ്ക്ക് സുഖമില്ലെന്നുള്ളത് അംഗീകരിക്കാൻ സാറിന് കഴിയില്ലല്ലോ അല്ലേ? പെട്ടെന്ന് വീട്ടിൽ നിന്ന് മാറി അച്ഛനെയും അമ്മയൊക്കെ പിരിഞ്ഞിരിക്കേണ്ടി വന്നപ്പോ ഉണ്ടായ ഒരു മനോവിഷമം മാത്രമാ ശ്രീലക്ഷ്മി മാഡത്തിന്. ശ്രീലക്ഷ്മി മാഡത്തിന്റെ മനസ്സിന് വേറെ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവിടെ മറ്റു ചിലരുടെ മനസ്സിൽ നിറയെ വിഷമാ. കാളകൂട വിഷം. അവരോടിതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നായയുടെ വാല് എത്ര കുഴലിലിട്ടാലും അത് നിവരില്ല എന്നൊരു ചൊല്ലുണ്ട്. കഷ്ടം തന്നെ. കൂട്ടുകാരന്റെ ഭാര്യയെ പറ്റി പറഞ്ഞപ്പോ നൊന്തു. ഓ, കൂട്ടുകാരന്റെ ഭാര്യ മാത്രമല്ലല്ലോ, ഇപ്പൊ അനന്തരവളും കൂടിയല്ലേ. Excuse me, sir. ദീപു, കം കം കം. എന്താ ദീപു? സർ, സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ അച്ഛൻ ഒരേ വാശി. വയ്യാതിരിക്കുന്നത് കൊണ്ട് ഞാൻ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കിക്കൊണ്ടിരുന്നു. ഇപ്പോഴേ പുള്ളിയായിട്ട് തന്നെ ഒരു ഓട്ടോ പിടിച്ച് ഇങ്ങോട്ട് വന്നിരിക്കുക. റിസപ്ഷനിൽ ഇരുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. സാറിനെ കണ്ടേ പോകുന്നുള്ളൂ എന്ന് പറയുന്നു. ഞാൻ എത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് പറയുന്നുമില്ല. സാറൊന്ന് ഫ്രീ ആണെങ്കിൽ. ഓഫ് കോഴ്സ്. ദീപു പോയി അച്ഛനെ കൂട്ടിക്കൊണ്ടുവരൂ. ശരി അമ്മ. പിന്നെ മോളെ, അമ്മയ്ക്കും അച്ഛനും ഇനി എപ്പോഴും മോളെ വന്ന് കാണാനോ സംസാരിക്കാനോ കഴിഞ്ഞു വരില്ല. ഇവിടെ ആയിരുന്നപ്പോ ഇടയ്ക്ക് മോളെയും കുട്ടി അമ്പലത്തിൽ പോവായിരുന്നു. ഇതിപ്പോ മോൾ അവിടെയല്ലേ. പിന്നെ ഓഫീസിലെ ജോലി തിരക്കും. അമ്പലത്തിൽ പോക്ക് മുടങ്ങുമ്പോ ചില പരീക്ഷണങ്ങളും വയ്യായികളും ഒക്കെ ഉണ്ടാവും. കഴിഞ്ഞ അഷ്ടമിക്ക് സംഭവിച്ച പോലെ ചിലപ്പോ ഇനി എന്തെങ്കിലും സംഭവിച്ചാ ഞങ്ങൾക്ക് ഓടി വരാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് അമ്മ അമ്പലത്തിൽ നിന്ന് ഒരു ഏലസ് കൂടി പൂജിച്ച് വാങ്ങിച്ചിട്ടുണ്ട്.
ഈശ്വരബന്ധം ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാ. രാവിലെ കുളിച്ചു വന്ന് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച ശേഷം ഈ ഏലസ് അരയില് കെട്ടണം. ഏകാന്തമായിട്ട് വേണം ഇത് ചെയ്യാൻ. അന്നെപ്പോഴും മനസ്സ് നല്ല ഏകാഗ്രമാക്കിയിട്ട് ലളിതാ സഹസ്രനാമം കൂടെ വായിക്കണം. അതോടെ എന്തെങ്കിലും തരത്തിലുള്ള ദോഷമോ പേടിയോ തട്ടിട്ടുണ്ടെങ്കിൽ അതങ്ങ് മാറിപ്പോഴും. പിടിക്കണേ അങ്ങോട്ട്. ഇനി നിന്ന് താമസിപ്പിക്കേണ്ട, മോള് ചെല്ല്. ശരി അമ്മേ. എന്റെ കരിക്കുത്തിയമ്മേ, കാത്തോളണേ. രേഖ, എത്ര ന്യായീകരിച്ചാലും താൻ ഇന്ന് കാണിച്ചത് ശരിയായില്ല. ആദ്യ ദിവസം തന്നെ ഓഫീസിൽ നിന്ന് പിണങ്ങിപ്പോകുന്നത് എത്ര ചീപ്പാണ്, അതും ഒരു നിസ്സാര കാര്യത്തിന്. രഘുവിനെല്ലാം നിസ്സാരമായിരിക്കാം, പക്ഷെ ഇവിടെ അവിടെ നടക്കുന്നതൊന്നും എനിക്കത്ര നിസ്സാരമായിട്ട് തോന്നുന്നില്ല. രഘുവിനൊന്നും അറിയില്ല. അതോ ഇനി എല്ലാം അറിഞ്ഞുകൊണ്ട് രഘു വിട്ടുവേഷം കെട്ടുന്നതാണോന്നും എനിക്ക് സംശയമുണ്ട്. എന്തറിഞ്ഞുകൊണ്ട്? താൻ ഓരോന്ന് കാണിക്കുന്നതിലും പ്രവർത്തിക്കുന്നതിലും കൊട പിടിക്കാൻ എന്നെ കൊണ്ടാവില്ല. ആ കാരണത്താൽ ഞാനൊരു വിഡ്ഢിയാണെന്നാണ് താൻ പറയുന്നതെങ്കിൽ അങ്ങനെ തന്നെ. ഈ വീട്ടിലുള്ളവർക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് രേഖ നിനക്ക് ഇനിയും മനസ്സിലാവാത്തെ? ആക്ച്വലി എന്താ നിന്റെ പ്രശ്നം? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. രഘുവിന് ഒരു ജോലിയും ഉത്തരവാദിത്തത്തോടെ ചെയ്യാൻ അറിയാത്തതുകൊണ്ട് എല്ലാവരും ബ്രദർ ഇൻ ലോയെ പുകഴ്ത്തുന്നു. ഇനി അഥവാ രഘുവിനെ എന്തെങ്കിലും ഏൽപ്പിച്ച തന്നെ അത് ഫിനിഷ് ചെയ്യുന്നത് ബ്രദർ ഇൻ ലോ തന്നെയായിരിക്കും. ബ്രദർ ഇൻ ലോയുടെ തണലിൽ നിന്ന് രഘുവിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. ഒറ്റയ്ക്കൊരു കാര്യവും ചെയ്യാനുള്ള പ്രാപ്തി എന്റെ ഭർത്താവിന് ഇല്ലാന്ന് പറയുന്നതിന്റെ നാണക്കേട് എനിക്കാ. അത് മാത്രമാണോ? ഇപ്പതേ എല്ലാവർക്കും ആ ശ്രീലക്ഷ്മിയെ മതി. വലിയ മാഡമാണത്ര, വലിയ മാഡം. ഓഫീസിൽ എല്ലാവർക്കും ശ്രീലക്ഷ്മി സാന്ദ്രയും മതി. അവരെല്ലാം ചേർന്ന് ഡിസിഷൻ എടുക്കുന്നു. ഞാനും രഘു ഉൾപ്പെടെ മറ്റെല്ലാവരും അത് അങ്ങ് അനുസരിച്ചോണം. പ്രത്യേകിച്ച് ശ്രീലക്ഷ്മി എവിടുന്ന് വന്നവളാണെന്നൊക്കെ അവൾ അപ്പാടെ അങ്ങ് മറന്നിരിക്കുന്നു. ആഹാ, സാർ ഇവിടെ ഒന്ന് നിൽക്കായിരുന്നോ? ദേ, അമ്മ ആഹാരം കഴിക്കാൻ വിളിക്കാൻ പറഞ്ഞു. ഞാൻ റൂമിൽ വന്ന് നോക്കിയപ്പോ കണ്ടില്ല. ഞാൻ വെറുതെ ഇവിടെ വന്നിന്ന് പഴയതും പുതിയതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആലോചിച്ച് നോക്കായിരുന്നു. പഴയതായാലും പുതിയതായാലും സാറിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല ശ്രീലക്ഷ്മി. ശരിക്കും? ശരിക്കും. എന്നാലും ഞാൻ തന്നോടൊരു കാര്യം ചോദിക്കട്ടെ? തനിക്ക് വിഷമമാരുത്. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ഒരു അനുവാദം ചോദിക്കലൊക്കെ? സാറിന് എന്തോ എന്നോട് ചോദിക്കാമല്ലോ. ഞാൻ ശ്രീലക്ഷ്മിയെ രാജനന്ദിനിയായി കണ്ടിഷ്ടപ്പെടുന്നതിനോട് തന്റെ അഭിപ്രായം എന്താ? എനിക്കെന്താ അഭിപ്രായം സർ? രാജനന്ദിനി മാഡത്തിനെയല്ലേ സാർ ആദ്യമായിട്ട് കാണുന്നതും ഇഷ്ടപ്പെടുന്നതും?
അതിന് എത്രയോ വർഷത്തിന് ശേഷം സാർ എന്നെ കാണുന്നത്. അവരിപ്പോ ജീവിച്ചിരിപ്പില്ല. അപ്പോ എനിക്കതിൽ മറ്റൊരു അഭിപ്രായം തോന്നേണ്ട കാര്യമില്ല. ഇപ്പൊ സാറിന്റെ ജീവിതത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. എന്റെ ജീവിത അവസാനം വരെ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോ എനിക്ക് വേറൊരു കാര്യം കൂടെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇനിയുണ്ടോ? അതെന്താണെന്ന് എനിക്കറിയാം. രേഖ മാഡത്തിന്റെ സ്വഭാവത്തിലും സംസാരത്തിലും എനിക്കെന്തെങ്കിലും വിഷമായോന്നല്ലേ? ഞാനിത് കുറേ തവണയായിട്ട് പറയാ, എനിക്കതിലൊന്നും ഒരു കുഴപ്പമില്ല. ആരെന്ത് പറഞ്ഞാലും സാർ എന്നോടൊപ്പം ഇല്ലേ? സാർ തരുന്ന സ്നേഹ എന്റെ സുരക്ഷ. അതുകൊണ്ട് സാറിനതിൽ ഒരു സംശയവും വേണ്ട. എന്നാലും ശ്രീടച്ച, നമ്മുടെ മോള് കളിച്ചു വളർന്ന ഈ വീട് ഇനി വേറൊരാടെയാന്ന് ആലോചിക്കുമ്പോ ആ മോൾക്ക് വേണ്ടി തന്നെയല്ലേ സരോജം ഞാനിത് ചെയ്തത്. എനിക്കെന്തോ നിങ്ങൾ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. ഞാനേ രവിസാറിനെ മോളെ ഒന്ന് വിളിച്ച് സംസാരിക്കട്ടെ. സംസാരിച്ചു. പക്ഷേ അവരിതറിഞ്ഞ് കഴിയുമ്പോ നീ നേരത്തെ പറഞ്ഞ പോലെ തലയ്ക്ക് വെച്ച നിലവിളക്കുമായി തെക്ക് വടക്ക് കിടക്കും ഞാനിവിടെ. എന്താ അത് കാണണോ നിനക്ക്? നമ്മളിങ്ങനെ ചെയ്തുവെന്ന് തൽക്കാലം മോളും ദേവി സാറും അറിയണ്ട. അറിഞ്ഞാൽ അവരിതിന് സമ്മതിക്കില്ല. അപ്പോ നമ്മൾ ഇനി എങ്ങോട്ട് പോവും? ആദ്യം നമ്മളിവിടെ നിന്ന് ഇറങ്ങണം. എനിക്ക് ഇനി കൂടുതൽ നേരം ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് ആകെയുള്ളത് മനോബലമാ. അതോടി നഷ്ടായ പിന്നെ ഒരു മുഴം കയറിന്റെ ആവശ്യമേ നമുക്കുണ്ടാകൂ. അതൊരു പക്ഷേ നമ്മുടെ മോൾക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. തോന്നുന്നു ശ്രീലക്ഷ്മി. കൂടുതലൊന്നും ഇനി ആലോചിക്കുന്നില്ല. വേണ്ട സർ, അത് വേണ്ട. രാജനന്ദിനി എന്ന വ്യക്തിയും ഈ മുറിയും എല്ലാം എന്റെ ചിന്തകൾക്ക് അപ്പുറമായിരിക്കുമെന്ന് എനിക്ക് തീർച്ചയാ. എന്റെ മനസ്സിലൊരു രാജനന്ദിനിയുണ്ട്. ഈ റൂമിനകം എങ്ങനെയായിരിക്കും എന്നൊരു സങ്കല്പവും എനിക്കുണ്ട്. അതങ്ങനെ തന്നെ ഇരിക്കുന്നതാ എനിക്കിഷ്ടം. മാത്രല്ല, സാറ് വേണ്ടെന്ന് പറഞ്ഞിട്ടും ഞാൻ ഈ മുറി കയറിയപ്പോഴാ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങിയത്. ഞാനിത് ആവർത്തിക്കുന്നത് ശരിയല്ല സർ. അങ്ങനെയല്ല ശ്രീലക്ഷ്മി. മുറി തുറന്നു കണ്ടാൽ തന്റെ മനസ്സിലെ ചോദ്യങ്ങൾക്ക് കുറെ ഉത്തരം കിട്ടും. അതോടെ തന്റെ പകുതി പ്രശ്നങ്ങൾ മാറിക്കിട്ടും. എനിക്ക് മനസ്സിലാവുന്നുണ്ട് സർ. ഞാൻ ഈ മുറി കയറിയത് സാറിന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട്.
ഈ മുറിയെക്കുറിച്ചോ രാജനന്ദനെക്കുറിച്ചോ ഞാനൊരു ചിന്തിക്കുക പോലുമില്ല. അത് ഞാൻ മനസ്സിലുറപ്പിച്ച കാര്യമാണ്. അങ്ങനെ ചിന്തകൾക്ക് കടിഞ്ഞാണിടണ്ട എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വേണ്ട സർ, സാറിനെ നിർബന്ധിക്കരുത് പ്ലീസ്. ഇനി ഒരിക്കലും ഈ മുറിയെക്കുറിച്ച് ഓർക്കേണ്ട ഒരു അവസ്ഥ പോലും ഉണ്ടാകരുതെന്ന എന്റെ പ്രാർത്ഥന. സർ വരൂ. സരോജിനി ഇങ്ങോട്ട് പോകുന്നുണ്ട്. വാ, നമുക്ക് ചോദിച്ചിട്ട് വരാം. വാ. ചേച്ചി എങ്ങോട്ട് പോവുകയാണെന്ന് തോന്നുന്നു. ഇതെന്താ ബാഗൊക്കെ ആയിട്ട്? അത് നിനക്ക് മനസ്സിലായില്ലേ? അവിടെ രവിസാറിന്റെ വീട്ടിൽ താമസിച്ചാൽ മതിയെന്ന് ശ്രീലക്ഷ്മി ചേച്ചി പറഞ്ഞു കാണും അല്ലേ ചേച്ചി? എന്നാലും നമ്മളോടൊക്കെ ഒന്ന് പറയാമായിരുന്നു സരോജമ്മേ. അയ്യോ, ഞങ്ങളങ്ങനെ സ്ഥിരമായി നിൽക്കാൻ പോകുന്നൊന്നുമല്ല. കുറച്ചു ദിവസം അവിടെ താമസിക്കാൻ മോളും രവിസാറും നിർബന്ധിച്ചപ്പോ പോകാമെന്ന് വെച്ചു, അത്രേ ഉള്ളൂ. അത് തന്നെയാണ് ഉചിതമായ തീരുമാനം. നിങ്ങൾക്കുള്ളത് ഒരേ ഒരു മോളല്ലേ? ദൈവത്തിനെ പോലെ ഒരു മരുമകനെയാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. സുദർശനും സരോജവും ഭാഗ്യം ചെയ്തവരാണ്. നമുക്കാർക്കും സ്വപ്നം കാണാനാവാത്ത ഭാഗ്യമല്ലേ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. പോയി നിങ്ങൾ മോളുടെ കൂടെ സന്തോഷമായിട്ട് താമസിക്കുക. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. അതെ, നിങ്ങൾ രണ്ടാളെയും സ്വന്തം അച്ഛനായും അമ്മയായും കണ്ടു സ്നേഹിക്കുന്ന ഒരു മരുമകനെ കിട്ടിയത് ഭാഗ്യം തന്നെയാണ്. സുദർശൻ ചേട്ടൻ സന്തോഷമായിട്ട് പോയിട്ട് വാ. ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് കാണാൻ വരണേ. അത്രയും വലിയ വീട്ടിൽ ചെന്ന് താമസിച്ച പിന്നെ കോളനിയിലെ വീട്ടിലേക്ക് വരാൻ തോന്നില്ല, അല്ലേ മുച്ചേട്ടാ? അതെ അതെ, സുദർശനും സരോജത്തിനും അധിക നാൾ അവിടെ നിൽക്കാൻ പറ്റില്ല. വേഗം ഇങ്ങ് തിരിച്ചു വരും. നോക്കിക്കോ, ഇതല്ലേ അവരുടെ ലോകം. ശ്രീലക്ഷ്മി തിരക്കിന്ന് പറയണേ. വേഗം തിരിച്ചു വരണേ. എനിക്ക് തയ്യൽ പഠിപ്പിച്ചു തരാന്ന് വാക്ക് പറഞ്ഞതാ. പത്മിനി വരുമ്പോ പറഞ്ഞേക്കണേ മോളെ, ആന്റി പോയിന്ന്. ശരി ആന്റി. സരോജൻ ചേച്ചി ഇല്ലാതെ ഇവിടെ ഒരു രസം ഉണ്ടാവില്ല. സരോജന്റിയുടെ മുഖം കണ്ടാ തോന്നും ഇനി ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരില്ലാന്ന്. അത് പിന്നെ പെട്ടെന്ന് ഇവിടുന്ന് മാറുന്നവരുള്ള വിഷമം കൊണ്ടാ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ.